ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സൈഡിലൊക്കെയാണ് ഇതിന് പുളിയിഞ്ചി എന്ന് പറയുന്നത്. നിങ്ങളുടെ സൈഡിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ അതിന് പറയുന്ന പേരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ചിലവരിതിന് ഇഞ്ചമ്പുളി എന്ന് പറയും, ഇഞ്ചിക്കറി എന്ന് പറയും. അപ്പോൾ സദ്യയിൽ മെയിനായിട്ട് നമ്മുടെ ഇലയിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാ സദ്യയിലും, ഒരു സദ്യയിലും ഇത് കാണാതിരുന്നിട്ടില്ല. എവിടെ സദ്യ കഴിക്കുകയാണെങ്കിലും അതിൽ എന്തായാലും ഇലയിൽ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു വിഭവം മസ്റ്റായിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മലബാർ സൈഡിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന വിഭവത്തിൻ്റെ പേര് പുളിയിഞ്ചി എന്നാണ്. ഇതുപോലെ തന്നെ വേറൊരു ഐറ്റവും നമ്മൾ ഉണ്ടാക്കും. അതാണ് ഇത് മുളക പച്ചടി. അതിന് നമ്മുടെ സൈഡിൽ അങ്ങനെയാണ് പറയുക. അത് മുളകും ശർക്കരയും പുളിയും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വേറെ രീതിയാണ്. ഇത് പുളിയിഞ്ചിയാണ്. ഇഞ്ചി, പുളി, ശർക്കര, അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. മുളകാ പച്ചടി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇപ്പൊ ഇത് ഈ പുളിയിഞ്ചി മലബാർ സൈഡിൽ സദ്യയിൽ കാണുന്ന പുളിയിഞ്ചി വേണമെന്ന് ഒരു ചേച്ചി റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ചേച്ചി ഇത് ചെയ്തു നോക്കൂ, ഇഷ്ടപ്പെട്ട പറയണം. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം, വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ പുളിയിഞ്ചി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം കുരുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. കുരുള്ളത് കാരണമാണ് 150 ഗ്രാം എടുത്തത്. ആക്ച്വലി വേണ്ടത് 100 ഗ്രാം ആണ്. അപ്പൊ ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാനിതൊരു 2-3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഇത്രയും പുളി ഇട്ട് വെച്ചത്. അപ്പം ഇതൊന്ന് എല്ലായിടത്തും വെള്ളമാവുന്ന പോലെ നമുക്ക് അതിൽ ഡിപ്പ് ചെയ്തിടാം. നമുക്കറിയാലോ, പുളി ഒന്ന് കുതിർന്നു വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് പിഴിഞ്ഞെടുക്കാം. ഇപ്പൊ അത്യാവശ്യം നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാ. ഇതാണ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പുളി. അപ്പൊ ഇതിന്ന് നമുക്ക് ഇനി നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പുളി. കണ്ടില്ലേ, നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഇത് കുരുള്ളത് കാരണമാണ് ഇതിങ്ങനെ നമുക്കൊരു ഭയങ്കര ഹെവി ആയിട്ട് അല്ലെങ്കിൽ കുറെ ഉള്ള പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഞാൻ കുരുള്ള പുളി എടുത്തത് കാരണമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളി തന്നെയാണ്, നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല. നാട്ടിൽ നിന്ന് വീട്ടിലുള്ള പുളി നമ്മൾ എടുത്തിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കറുത്ത പുളി കിട്ടുകയാണെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതായത് ആ കളർ വരാനും ഒക്കെ നമുക്ക് ഏറ്റവും നല്ലത് കറുത്ത പുളി കിട്ടുകയാണെങ്കിലാണ്. അപ്പൊ ഇത് ഞാൻ പുളി ഓൾറെഡി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പിട്ട് വെച്ച പുളിയാണ്. പിന്നെ ഇത് കുറച്ച് പഴയ പുളിയാണ്. പഴയ പുളി ഇരിക്കുമ്പോഴാണ് പുളി കളർ മാറുന്നത്. അപ്പൊ അത് കാരണം ഇത് കുറച്ച് കറുത്ത കളറാണ് പുളി. ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പുളി ഇങ്ങനെയാണ്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പൊ 2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് ഞാൻ നേരെ ചട്ടിയിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇഞ്ചി അരിഞ്ഞെടുത്തത്. ഇത് നന്നായിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി കടിക്കുന്നത് വലിയ താല്പര്യമില്ലാത്തത് കാരണം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് അതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കും. നമ്മൾ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 6-7 പച്ചമുളക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഞാനിത് നല്ല എരിവുള്ള മുളകാണ്, അത് കാരണം കുറച്ചെടുത്തത് കേട്ടോ. അപ്പൊ ഞാനത് പുളി ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്, ആ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ലത്. അപ്പൊ ആദ്യം ഞാനിത് അരിപ്പയിൽ ഒഴിച്ചിട്ടാണ് അരിച്ചെടുത്തത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കണ്ടില്ലേ, അതില് ആ പുളിയുടെ സത്ത് മുഴുവനും അതിൽ തന്നെ നിന്നു. ആ ഒരു വെള്ളം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അത് ഒരു നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ആ കുരുവും അതിൻ്റെ ആ പുളിന്റെ നാരുകളും മാത്രം കളഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് വേണം. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിത്
അരിപ്പ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ അതിലത്തെ കുരുവും എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതില് അതിന്റെ സത്തൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് കാരണം ഈ ഒരു രീതി ഞാൻ മാറ്റി കൈ ഉപയോഗിച്ച് തന്നെ ഞാൻ പുളി മുഴുവനും പിഴിഞ്ഞ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് നേരം നമുക്ക് തിളയ്ക്കാനുണ്ട്. നമ്മളെ കൺസിസ്റ്റൻസി ആയി വരുന്ന വരെ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ഇതൊരു 1 മണിക്കൂറോളം സമയം എടുത്തു ഇത് തിളച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. ഞാനിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൽ പൊടികൾ ഇട്ടപ്പോൾ പൊടികളൊക്കെ കട്ടയിട്ട് കിടക്കുന്നുണ്ട്, അതെല്ലാം ഉടച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലത്തെ വെള്ളം വറ്റിയിട്ട് പുളി മാത്രമാക്കി എടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ക്യാമറയിലേക്ക് അതിൻ്റെ ആവി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. തീ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം ശർക്കര തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലവർക്ക് പുളിയായിരിക്കും താല്പര്യം, അങ്ങനെയാണെങ്കിൽ അധികം മധുരം ആഡ് ചെയ്യണ്ട. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇത് കുറച്ച് മധുരത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ 100 ഗ്രാം തന്നെ ശർക്കര ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് എത്ര വേണോ അത് നമുക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ ചൂടോടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മധുരം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. മധുരം ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മധുരം കൂടുതലായി പോവും. അപ്പോൾ മധുരം താല്പര്യമില്ലാത്തവര് നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ ചൂടിൽ കഴിക്കുമ്പോഴേ നമുക്ക് ഈ ശർക്കരേന്റെ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റ് ചിലപ്പോൾ വന്നോന്ന് വരില്ല. ഇത് തണുത്ത് കുറുകിയിരിക്കുമ്പോൾ നമുക്ക് നല്ല മധുരം ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ശർക്കര ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി ഇഞ്ചിയും പച്ചമുളക് ആഡ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് ഇത് തിളച്ചോണ്ട് ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് അടുത്ത സ്റ്റൗവില് നമ്മളെ ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കി വെക്കാം. അപ്പൊ ഇത് ഇനി കുറെ നേരം വെക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല ക്ഷമ വേണം. ഇത് വെള്ളം പോലെ ഇരിക്കുന്നു, ഇത് കുറുകുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കുറച്ച് സമയം നന്നായിട്ട് എടുക്കും കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ. അതുപോലെ ഇത് വിട്ടിട്ട് പോകരുത്, ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവുള്ള പോലെ തോന്നി. അപ്പൊ ഇത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചി പച്ചമുളകും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ഇഞ്ചി കുനുകുന അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിത് വാട്ടി കൊടുക്കണം. അതാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പച്ചമണം മാറുന്ന വരെ ഫ്രൈ ആക്കി എടുക്കുകയല്ല, പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വാട്ടി കൊടുക്കണം. അപ്പം ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് ഓയിൽ കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ട്, കാരണം ഈ ചെറിയ പാത്രമായത് കാരണം ആണ് അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ അതിന്ന് എടുക്കും, എന്നിട്ട് നമ്മളിത് വറവിടുന്നതിലേക്ക് ആ ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കി ഇതിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന എണ്ണ ഞാൻ മാറ്റി വെച്ചു. ഇനി ഇത് നമ്മുടെ കുറുകിക്കൊണ്ടിരിക്കുന്ന പുളിയും ശർക്കരയും ഉള്ള പാത്രത്തിലേക്ക്, ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴും പുളിയും ശർക്കരയും അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് വേറെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എൻ്റെ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയും ശർക്കരയാണിത്. അപ്പം അതിലേക്ക് ഞാൻ ഈ ഇഞ്ചിയും പച്ചമുളകും വാട്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കണം. ഇതിൻ്റെ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് നമ്മളെ കയ്യിലെടുത്ത് ഇങ്ങനെ ഉറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലിനി എത്രത്തോളം കുറുകി വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിൽ. ഇതിനി നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ വെട്ടി തിളയ്ക്കണം കേട്ടോ, നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്, അതിൻ്റെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കില്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല, കണ്ടില്ലേ, അങ്ങനെ ഡ്രോപ്പ് ഉറ്റരുത്, കുറച്ച് നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇനിയും ഇത് വറ്റിച്ചെടുക്കണം. അപ്പം ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ടപ്പോൾ തെറിക്കും, എല്ലായിടത്തേക്കും ഇത് തിളയ്ക്കുമ്പോൾ തെറിച്ച് വരുന്നുണ്ട്. കയ്യിലേക്കായ കൈ പൊള്ളും, കാരണം ശർക്കര നല്ല ഇതാണ്, ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൈ പൊള്ളും, കയ്യിലേക്ക് തെറിക്കുന്നുണ്ട്. ഫോണിലേക്ക് തെറിച്ചതുകൊണ്ട് ഫോൺ എടുത്ത് കൈ പിടിച്ചു, അത് കാരണം ഇളകുന്നുണ്ട് സ്ക്രീന്. അപ്പോൾ ഇതേപോലെ തിളപ്പിക്കുന്നത് കേട്ടോ, ഇതുപോലെ ആവണം. കണ്ടില്ലേ, ഇപ്പോൾ ഒന്നും കൂടെ കുറുകി എൻ്റെത് നല്ല തിക്കായി വരുന്നുണ്ട്. ചട്ടിയിലായത് കാരണം ഇത് ഓഫാക്കിയാലും ആ ചൂട് കുറേ നേരത്തേക്ക് ഉണ്ടാവും. അത് കാരണം പിന്നെ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. കണ്ടില്ലേ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇനിയും വറ്റി വരാനുണ്ട് ഒന്നും കൂടെ നന്നായിട്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം.
അപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ ഓഫാക്കാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നെയാണ് ആഡ് ചെയ്യുന്നത്. വറുത്ത ഉലുവ പൊടിച്ച് വെച്ചതാണ്, അതാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സ്റ്റവ് ഓഫാക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഇനിയും കുറുകി വരും, ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ കുറുകി വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അതിലേക്ക് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഇതിലെ കടുകും മുളകും കറിവേപ്പിലയും നമുക്ക് അതിലേക്ക് വറവിട്ട് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇളക്കി കൊടുക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ പുളിയിഞ്ചിയുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇങ്ങനെ ആണിതുള്ളത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മധുരം മനസ്സിലാവില്ല കേട്ടോ. ഇതൊന്ന് കുറുകി നാളെ നമ്മളിത് തണുത്ത് നാളെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള മധുരം മനസ്സിലാവുന്നത്. നമ്മൾ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം രാത്രിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കും. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇനിയും കുറുകും, നന്നായിട്ട് കുറുകും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇത്. നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തതാണ്. കണ്ടോ, ഇത് ഇത്ര തിക്കായി വന്നു, നല്ല കട്ടിയായിട്ട് വന്നു. ഇത് എൻ്റെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മധുരത്തിലാണ് താല്പര്യം, അത് കാരണം നല്ല മധുരമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് എൻ്റെ പുളിയിഞ്ചി ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എന്നോട് പറയുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.